ഇത് വാനിൻ്റെ റിയൽ വീലിൻ്റെ ആക്സിലാണ്. ഇത് അതിനകത്തുള്ള ബെയറിംഗ് ആണ്. ഇതിപ്പോൾ എന്താ കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ ഈ ബെയറിങ് പൊട്ടി ഇതിനകത്തുള്ള ഓയിലെല്ലാം കൂടെ വെളിയിലോട്ട് വന്ന് ഇതിന് ഷൂ ഒക്കെ മൊത്തം പോയി. അപ്പോൾ കസ്റ്റമർ ഇത് കുറച്ച് നാളായിട്ട് ഈ സൗണ്ട് കേട്ടോണ്ടിരുന്നതാണ്. എന്നിട്ട് അത് കാര്യമാക്കാതെ ചെറിയ സൗണ്ടല്ലേ എന്നും പറഞ്ഞിട്ട് വണ്ടി വെച്ചിട്ട് ഓടിച്ചോണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നിട്ട് പറഞ്ഞ് അത് ഭയങ്കര ഇച്ചിരി സൗണ്ട് കൂടിയിട്ടുണ്ട്. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ സൗണ്ട് വല്ല കൂടുതലാണ്. അപ്പോൾ അതെന്താണെന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കസ്റ്റമർ കൊണ്ടുവന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോഴാണ് ഇത് ബെയറിങ്ങിൻ്റെ അവസ്ഥ ഇതാണ്. ഈ രണ്ട് സീലുകൾ ചാടി ബെയറിങ് ഇത് പൊട്ടി. ഇതുണ്ട് അതിനകത്തുള്ള ആ ഒരു മെറ്റൽ പീസ് വെളിയോട്ട് ചാടി ഇതുണ്ട മൊത്തം പോയത്. പക്ഷെ ഇപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബെയറിങ് മാത്രമല്ലല്ലോ കംപ്ലൈൻ്റ് ആയിരിക്കുന്നത്, നേരെ അതിൻ്റെ ഹൗസിൽ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നൊരു പീസുണ്ട്, ഇവിടെ ആയിട്ട് വരുന്നതാണ്. അത് നമ്മളിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ഡിഫറൻഷ്യൽ ഇപ്പോൾ എന്താ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഫുള്ള് ജാമായിപ്പോയി. ഇത് ഫ്രീ ആയിട്ട് കറങ്ങേണ്ട ഒരു സാധനമാണ്, ഇത് സ്റ്റക്കായിപ്പോയി. അതെങ്ങനെ സ്റ്റക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെയറിങ് കംപ്ലൈൻ്റ് ആയിട്ട് അത് കിടന്ന് ഷാഫ്റ്റ് കിടന്ന് ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അടിച്ചടിച്ച് ഇതിനകത്തുള്ള ബെയറിങ് പൊട്ടി അത് സ്റ്റക്കായിപ്പോയി. ഇതിപ്പോൾ കറങ്ങുന്നില്ല അങ്ങോട്ടോട്ട്. ഇനിയിപ്പം ആ ബെയറിങ് മാറുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഡിഫറൻഷ്യലൂടെ മാറണം. ഡിഫറൻഷ്യൽ പുതിയ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ എന്തായാലും കിട്ടിയില്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് തപ്പിയെടുത്ത് ഇടണം. പുതിയനെന്തായാലും നല്ലൊരു എമൗണ്ട് വരും. കസ്റ്റമർ മേടിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ പുതിയ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ചെറിയൊരു ബെയറിങ് മാറുന്നതിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഡിഫറൻഷ്യലൂടെ മാറേണ്ട ഒരു അവസ്ഥയായി. അപ്പോൾ ഈ ഞാൻ പറയുന്നത് ഇപ്പം ഒമിനി വാനിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് വണ്ടിയാണെങ്കിലും ഇപ്പം ഇതേപോലെ ബെയറിങ് സൗണ്ട് കേൾക്കുവാണെങ്കിൽ അപ്പം തന്നെ വർക്ക്ഷോപ്പിലോട്ട് കയറ്റി അത് കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്ത് മാറുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓട്ടത്തിൽ വണ്ടി വീലി സ്റ്റക്കായി നിൽക്കാൻ ഒരു സാധ്യതയുണ്ട്. ഇതിപ്പോൾ കുറച്ചാളൂടെ കഴിഞ്ഞെങ്കിൽ ഈ ബെയറിങ് പൊട്ടിയിട്ടിട്ട് ഈ ഷാഫ്റ്റ് തള്ളി വെളിയിലോട്ടൊക്കെ പോകും. ഷാഫ്റ്റ് ഇങ്ങനെ തള്ളി വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാൻ നട റോഡിലാണെങ്കിൽ ചിലപ്പോൾ വലിയ ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കും. പിന്നെ അതൊക്കെ ഭാഗ്യങ്ങളൊക്കെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കാതെ പൈസ നോക്കാതെ അത് സംഭവം ചെയ്ത് മാറ്റുക. ഇനിയിപ്പം ഈ ബ്രേക്കിൻ്റെ ഷൂ മാറണം, സിലിണ്ടറുകൾ മാറണം. ഇതിനൊക്കെ ഒരു നല്ലൊരു എമൗണ്ടൊക്കെ എങ്ങനെ പോലും ആവും. ഇതിപ്പോൾ ഷൂ നമുക്ക് ഒരു സൈഡിലോട്ടായിട്ട് മാറാൻ പറ്റത്തില്ല, നമുക്ക് സെറ്റായിട്ട് അത് കിട്ടത്തുള്ളൂ. എന്നാലേ അതങ്ങനെ മാറാനേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഈ സൈഡിലെ ബെയറിങ് കംപ്ലൈൻ്റ് ആയി തുടങ്ങി. ഇതും താമസിയാതെ ഈ ബെയറിങ് പൊട്ടും. എന്തായാലും കസ്റ്റമർ ഇപ്പം തന്നെ എന്തായാലും കൊണ്ടുവന്ന് നന്നായി. ഇനിയിപ്പോൾ നമുക്കത് മൊത്തം അഴിച്ച് ലൈറ്റി കൊടുത്ത് ബെയറിങ്ങൊക്കെ പ്രസ് ചെയ്ത് മാറ്റണം. എനിക്ക് ഈ ഡിഫറൻഷ്യലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ മാത്രമുള്ളൊരു ചെറിയ ഡൗട്ട്. സെക്കൻഡ് ഹാൻഡിൽ കിട്ടും, ഇത് ഫ്രഷ് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ ഫ്രഷ് കിട്ടാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം സെക്കൻഡ് ഹാൻഡ് തന്നെ മേടിച്ചിടേണ്ടി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഫറൻഷ്യലിൻ്റെ ഓയിലും കസ്റ്റമർ ഇതിനോട് മാറിയിട്ടില്ല. നല്ല കുറുക്ക് പോലെ ഇരിക്കുന്നു. ഇതൊക്കെ കൂടാണ് കാരണം അതിൻ്റെ ബെയറിങ് സ്റ്റക്കായി പോകാറുള്ളത്. ഇത് ഇതിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റ് എന്ന് പറയുന്ന പീസാണ്. ഇതും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ജോയി സ്റ്റാറാണ്. ഇതിപ്പോൾ ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നില്ല. ഈ സൈഡ് കുഴപ്പമില്ല, ഈ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പുറത്തെ സൈഡ്
സ്റ്റക്കായി പോയി. ഇനിയിപ്പം ഈ ജോയ് സ്റ്റാർ മാറേണ്ടി വരും. കുഴപ്പമില്ല, നമുക്ക് കിട്ടുമെന്നാണ്, അവൈലബിൾ ഉള്ള സാധനമാണ്. ഇതാണ് ശ്രദ്ധിക്കാനായിട്ട് വാഹനം ഓടിച്ചു കഴിയുമ്പോൾ നമുക്ക് മാക്സിമം വണ്ടി ഓടിച്ച് നമുക്ക് മുതലാക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വലിയ വലിയ പണികളൊക്കെ വന്നുകൊണ്ടിരിക്കും. അത് ഈ ഷാഫ്റ്റ് സ്റ്റക്കായി കിടന്ന് ഓടിയേണ്ടത് ഇതിൻ്റെ സീല്, ഗിയർ ഓയിലിൻ്റെ ഗിയർ ബോക്സിലാണ് വരുന്ന സീല് ലീക്കായിട്ട് ഗിയർ ഓയിൽ മൊത്തം പൊക്കോണ്ടിരിക്കുക. അതെ, ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ചെയ്തു വരാൻ നേരത്ത് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഒരു നല്ലൊരു എമൗണ്ട് ആവും. സ്പെയറിൻ്റെയും റേവറും എല്ലാം കൂടെ വരാൻ നേരത്ത് നല്ലൊരു എമൗണ്ട് ആവുന്നതാണ്. മിനിമം ഒരു 10 രൂപയെങ്കിലും ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 10 രൂപ കുറയത്തില്ല, 10 രൂപ കൂടിയാലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വല്ല വരുവാണെന്നുണ്ടെങ്കിൽ, ബെയറിങ്സ് വല്ല കംപ്ലൈൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് എത്ര പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യുക. അത് ചേഞ്ച് ചെയ്യാതെ ഓടിച്ചു കഴിഞ്ഞാൽ ആനുപാതികമായ ഇതേപോലെയുള്ള സാധനങ്ങൾ, അതിൻ്റെ കൂട്ടത്തിലുള്ള സാധനങ്ങൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് അതും കംപ്ലൈൻ്റ് ആവും. അപ്പം ബെയറിങ് മാറുന്നത് നമുക്ക് ബെയറിങ് മാത്രം മാറി ഇതിൻ്റെ കോസ്റ്റ് കുറച്ചെടുക്കാമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ മാറി വരാൻ നേരത്ത് നല്ലൊരു എമൗണ്ട് ആവും. അപ്പം താങ്ക് യു.